ലാലേട്ടാ, ഇതെന്തായി ചെയ്തു വെച്ചേക്കുന്നത് പരസ്യം? എല്ലാരും ഇങ്ങനെ ലാലേട്ടന്റെ പുതിയ പരസ്യം ഇറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ വെച്ചാണ് വീണ്ടും വീണ്ടും കണ്ടപ്പോഴാണ് ഒരു ട്രോൾ മെറ്റീരിയൽ ആകേണ്ട സാധനമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങേര് അത് ഏത് ലെവലിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. വാനപ്രസവത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അഴിഞ്ഞാടിയിട്ടുള്ള ലാലേട്ടൻ അതുപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു പരസ്യമാണ് അത്. റെഡിയാക്കിയിരിക്കുന്ന ആരാണ്? നമ്മുടെ ജോർജ് സാർ, പ്രകാശ് വർമ്മ. നിങ്ങളത് വളരെ ഗ്രേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ഇതുപോലെ ഒന്നും പറയാനില്ല നമുക്ക്. പണ്ട് ഒരിടയ്ക്ക് അദ്ദേഹത്തെ ഒത്തിരി പേര് വിമർശിച്ചായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ മുഖത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇപ്പോൾ അഭിനയം വരത്തില്ല, മസിൽ പിടിച്ച പോലെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഒന്നും പോയിട്ടൊന്നും ഇല്ല. അങ്ങേര് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എങ്ങും പോയിട്ടില്ല, അതൊന്നും ഒരിക്കലും പോകുന്നതല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാമെന്നല്ല, ഇത് മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങേരുടെ ഒന്നും ഒരു എന്താ പറയുക, ഈ അഭിനയ ആ ഒരു കലയുണ്ടല്ലോ, അഭിനയ മികവ്, അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നതൊന്നുമല്ല. അതൊക്കെ ചുമ്മാ ഈ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് പേര് സിനിമ കണ്ടിട്ട് ചുമ്മാ നിരൂപണമാണെന്നും പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറ്റം പറയുന്നവരിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് സംഭവം. ഇനിയും വരാനിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ നല്ല നല്ല പടങ്ങൾ വരാനിരിക്കുന്നു. അങ്ങനെയൊന്നും അങ്ങനെ പെട്ടെന്ന് ഔട്ടായി പോകുന്നില്ല. അയാൾ ഫീൽഡ് ഔട്ടായിപ്പോയി, അയാൾ തീർന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയായിരുന്നല്ലോ. വെറുതെയാ മക്കളെ, വെറുതെ. അതൊന്നും അങ്ങനെ തീരുന്നതല്ല. അഭിനയകലയിലെ ഒരു എന്താ പറയുന്നത്, ഒരു എന്താ പറയുന്നത്, ഒറ്റയാനാണ് ലാലേട്ടൻ.